കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോ എന്താ അഖിൽ സംഭവിച്ചേ? 100% UDF അധികാരത്തിൽ വരുമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്നവർക്ക് വീണ്ടും പ്ലസ് പോയിന്റ് ആയി എന്ന് കരുതുന്നവരെ 60-ന് മുകളിൽ സീറ്റ് പറയാത്ത ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലമുണ്ടോ? 69 പോലും പറഞ്ഞു പോയില്ലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ? മൂന്നാം തവണ അധികാരത്തിൽ വരാനായി ഇടതു മുന്നണി നിൽക്കുമ്പോ 10 വർഷം നിന്ന ഒരു സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ, നേതാവിനെ, ജനനായകനെ ജനങ്ങൾ ഏറ്റെടുക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും സത്യമായ റിപ്പോർട്ടാണ്. വരികൾക്കിടയിലൂടെയല്ല, വരികൾ തന്നെ പറയുന്നത് അതായി മാറുന്നു എന്നുള്ളതാണ്. 10 വർഷം ഭരിച്ച ഒരു സർക്കാർ ഇങ്ങനെ ജനവിധി തേടുമ്പോൾ വീണ്ടും അധികാരത്തിൽ വരാൻ നെക്ക് ടു നെക്ക് ബ്രിം ലെവൽ കടുത്ത പോരാട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടത് സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലല്ലോ ഈ വാർത്ത. യഥാർത്ഥത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾ 14 ജില്ലകളിലൂടെ പോയാൽ എന്താണ് അവസ്ഥ എന്ന് ഒരിക്കൽ കൂടി ഇൻഡെപ്തായി നോക്കുമ്പോ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്താണ്? തലസ്ഥാന നഗരി തിരുവനന്തപുരം 13 സീറ്റുകളിൽ 10 സീറ്റ് LDF-നും 3 സീറ്റ് UDF-നും 1 സീറ്റ് BJP-ക്കും 14 മണ്ഡലങ്ങൾ തലസ്ഥാനത്തുള്ളപ്പോ അതിൽ BJP-ക്ക് കഴക്കൂട്ടം ഒരെഡ്ജ് പറയുന്നു. ഒരുപക്ഷെ കേരള നിയമസഭയിൽ വി മുരളീധരൻ എന്ന BJP നേതാവ് 16ാം നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പോലും ഏറെയാണ്. UDF-ന് പറയുന്നത് അരുവിക്കര, തിരുവനന്തപുരം സെൻട്രൽ, കോവളം, ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഒഴികെ അവിടെ മുഴുവനും ഒരു പക്ഷേ ഒരു സ്വീപ്പായി പോലും പറയുന്ന രീതിയിൽ തിരുവനന്തപുരം ഇടതോരം ചേർന്ന് നിൽക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ആരാണ് തിരുവനന്തപുരത്ത് എഡ്ജ് നേടുന്നത്, അവർ ഈ സംസ്ഥാനം ഭരിക്കുമെന്നുള്ള നില എത്ര തവണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു റിപ്പീറ്റീഷനായി മാറുന്നു എന്നുള്ളതുമാണ്. കൊല്ലത്തേക്ക് വരുമ്പോ കൊല്ലത്ത് LDF-ന് ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയിൽ നിന്ന് സീറ്റ് നില 7ലേക്ക് ചുരുങ്ങുന്നുണ്ട്, കൊല്ലത്ത് 4ലേക്ക് വർദ്ധിക്കുന്നുണ്ട് UDF-ന്. BJP-ക്ക് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ചാത്തന്നൂർ എന്ന A ക്ലാസ് മണ്ഡലത്തിലും അവർ തുന്നം പാടി പോകുമെന്നാണ് പറയുന്നത്. UDF-ന് കൊല്ലം, ചവറ, കുണ്ടറ, കരുനാഗപ്പള്ളി ഈ 4 നിയോജക മണ്ഡലങ്ങൾ ഒഴികെ മുഴുവനും കൊല്ലത്ത് 7 മണ്ഡലങ്ങൾ LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ 3-2 UDF-ന് ആറന്മുളയും തിരുവല്ലയും. മാത്യു ടി തോമസ് എന്ന വീണ ജോർജ് എന്ന അധികായകന്മാരുടെ വീഴ്ച ഒരു പക്ഷേ പത്തനംതിട്ടയിൽ LDF-ന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുമെങ്കിലും 3 നിയോജക മണ്ഡലങ്ങൾ ഇടതോരം ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോ 5-4 സീറ്റ് LDF-നും 4 സീറ്റ് UDF-നുമാണ് അവിടെ കാണുന്നത്. UDF-നുള്ളത് ഹരിപ്പാട്, അരൂര്, കുട്ടനാട്, ഒരു പക്ഷേ അമ്പലപ്പുഴ. ടൈറ്റ് മാർജിനിൽ മത്സരം നടക്കുന്ന അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിക്കുകയാണെങ്കിൽ മാത്രം 4 അല്ലെങ്കിൽ 3 ഹരിപ്പാട്, അരൂര്, കുട്ടനാട്. കോട്ടയത്തേക്ക് വരുമ്പോ LDF-ന്റെ വീണ്ടും മേൽക്കോയും 6 സീറ്റുകൾ LDF-ന്. എന്തർത്ഥത്തിലാണ് പാല അടക്കമുള്ള സ്ഥലങ്ങളിൽ ജോസ് കെ മാണി തോൽക്കുമെന്ന് ഇവിടെ പറയുന്നതെന്ന് യാതൊരു തരത്തിൽ കണക്ക് കൂട്ടിയിട്ടും മൂക്കത്ത് കൈവച്ച് പോവുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ളതാണ്. കാരണം പാലായിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനല്ല, ജയിച്ചേ മതിയാകൂ എന്ന പോരാട്ടത്തിനാണ് KM മാണിയുടെ മകൻ ഇറങ്ങിയത്. പാലായിൽ KM മാണിയുടെ മകൻ ജോസ് കെ മാണി തോൽക്കില്ല എന്ന് 100% അടിവരയിട്ട് പറയാൻ പറ്റുന്ന 10ഓ 20ലോ ഏറെ കാരണങ്ങൾ ആ മണ്ഡലത്തെ കുറിച്ച് പഠിച്ചവർക്കറിയാം. കോട്ടയത്ത് 3 മണ്ഡലങ്ങൾ UDF-നൊപ്പം നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോട്ടയം, കടുത്തുരുത്തി, പുതുപ്പള്ളി, ചാണ്ടിയുമ്മൻ, മോൻസ് ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ 3 പേർ മാത്രം. ബാക്കി 6 മണ്ഡലങ്ങൾ, 9 നിയോജക മണ്ഡലങ്ങളിൽ 6ഉം LDF-ലേക്ക്. ഇടുക്കിയിൽ 2 UDF-ന്, പീരുമേടും തൊടുപുഴയും. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മേടയിലിരുന്ന് അച്ഛന്മാരുടെ കൂടെ സഭാ നേതൃത്വത്തിനൊപ്പം ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ കൂടെയിരുത്തി, നാട്ടുകാരെ മുഴുവൻ കൂടെയിരുത്തി 10 വർഷം, എത്രയോ വർഷം ഭരിച്ച 5 വർഷം മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ അവിടെ തോൽക്കില്ല. റോയി കെ പൗലോസ് തന്നെ തോൽക്കും. അതുകൊണ്ടാണ് ഇടുക്കിയിലെ ടൈറ്റ് മാർജിനിൽ റോഷി ജയിച്ചു കയറുമെന്ന് പറയുന്നത്. പീരുമേടും തൊടുപുഴയും UDF ചേർത്ത് വെക്കുന്നു. ഉടുമ്പൻചോലയും
അതുപോലെയുള്ള 2 മണ്ഡലങ്ങൾ കൂടി LDF ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. അവിടെ 3-2. എറണാകുളത്ത് എന്താണോ നിലവിലെ സ്ഥിതി അത് അതേപോലെ തുടരുന്നു. 5 നിയോജക മണ്ഡലങ്ങളിൽ LDF, 9 നിയോജക മണ്ഡലങ്ങളിൽ UDF. LDFന് പറയുന്ന 5 കളമശ്ശേരി, കോതമംഗലം, വൈപ്പിൻ, കൊച്ചിൻ. 5-മത്തേത് തൃപ്പൂണിത്തറയും കെ ബാബുവിന്റെ മാറ്റത്തോടെ ഒരു എഡ്ജ് LDF എടുക്കുന്നു എന്നുള്ളതാണ്. 5-9, 9 എണ്ണം UDFന്, 5 എണ്ണം LDFന്. തൃശ്ശൂര് 10-3, 10 എണ്ണം LDFന്, 3 എണ്ണം UDFന്. UDF എടുക്കുന്നത് മണലൂർ, ചാലക്കുടി, തൃശൂർ. അവിടെ പത്മജ വേണുഗോപാലന്റെ ഒരു സാന്നിധ്യം, പൊളിറ്റിക്കൽ ഫാക്ടർ വർക്കൗട്ട് ആവുന്നു. അവിടെ തൃശ്ശൂരിൽ UDFന് ഒരു എഡ്ജ് കിട്ടുന്നു എന്നുള്ളതാണ്. ബാക്കി 10 മണ്ഡലങ്ങളും 13-ൽ 10ഉം തൃശ്ശൂര് LDFന്. പാലക്കാട് നിയോജക മണ്ഡലവും മണ്ണാർക്കാടും, സിറ്റിംഗ് ആയിട്ടുള്ള മണ്ണാർക്കാടും ഒഴികെ 10 മണ്ഡലങ്ങൾ പാലക്കാട് LDF പിടിക്കുന്നു. 10-2, 10 LDF, 2 UDF. മലപ്പുറത്തെ 16 നിയോജക മണ്ഡലങ്ങളിൽ 13 എണ്ണം UDFനൊപ്പം നിൽക്കുന്നു, 3 എണ്ണം മാത്രം. എന്താണോ നിലവിലെ സ്ഥിതി, 15ാം നിയമസഭയിലെ സ്ഥിതി അത് തന്നെ തുടരുന്നു. തവനൂർ, തിരൂർ, പൊന്നാനി 3 മണ്ഡലങ്ങൾ അത് LDFനൊപ്പം, ബാക്കിയുള്ള 13ഉം UDFനൊപ്പം. കാലിക്കട്ട്, അതായത് കൊല്ലം പോലെ LDFന് കൈമോശം വരുന്ന, മോശം സംഭവിക്കുന്ന, ഡ്രോപ്പ് ഉണ്ടാവുന്ന ഒരു ജില്ല കാലിക്കട്ട്. അവിടെ LDF 9ലേക്ക് ചുരുങ്ങുന്നു, 4ലേക്ക് വർദ്ധിക്കുന്നു UDF. കുറ്റിയാടി, കാലിക്കട്ട് സൗത്ത്, വടകര, കൊടുവള്ളി 4 മണ്ഡലങ്ങൾ UDFനൊപ്പം, 9 മണ്ഡലങ്ങൾ കോഴിക്കോട് LDFനൊപ്പം. വയനാട്, കൽപ്പറ്റ മാത്രം UDFനൊപ്പം 3 മണ്ഡലങ്ങളിൽ. 2 മണ്ഡലങ്ങളും അതുപോലെ തന്നെ ഇടതോരം ചേർന്ന് നിൽക്കുന്നു. കണ്ണൂർ 10-1, ഇരിക്കൂർ എന്ന KCയുടെ വിശ്വസ്തൻ സജീവ് ജോസഫ് മത്സരിച്ച ഇരിക്കൂർ മാത്രം UDFനൊപ്പം. നമ്മൾ വളരെ കൃത്യമായി കണ്ണൂരിനെ ചർച്ച ചെയ്തതാണ് മറ്റൊരു വീഡിയോയിൽ. എന്തുകൊണ്ടാണ് അവിടെ ടീച്ചർ ജയിക്കുക, എന്തുകൊണ്ടാണ് കണ്ണൂർ 10 സീറ്റ് LDF നേടുക എന്നുള്ളത്. 10ഉം കണ്ണൂരിൽ LDF നേടുന്നു, ഇരിക്കൂർ എന്ന ഒരേ ഒരു മണ്ഡലം UDFന്. കാസർഗോഡ് 5 എണ്ണത്തിൽ 3ഉം LDFന്. നിലവിലെ സ്ഥിതിയിൽ മഞ്ചേശ്വരവും കാസർഗോഡും ലീഗിന്, UDFലേക്ക് പോകുന്നു. 3-2. മൊത്തം 80 മുതൽ 86 വരെ സീറ്റുകൾ LDFന് ഇപ്പോഴും മേൽക്കൈയുണ്ട് എന്നുള്ളതാണ്. 50 മുതൽ 55 വരെ സീറ്റുകളിലേക്കാണ് UDFന് ഇപ്പോഴും ഒരു എഡ്ജ് ഉള്ളത്. ഇൻഡെപ്ത് നമ്മൾ പോകുമ്പോൾ BJPക്ക് ഒരു സീറ്റ് കിട്ടാം, അതൊരു പക്ഷേ കഴക്കൂട്ടത്താവാം എന്നുള്ളതാണ്. നിലവിൽ കേരള നിയമസഭയുടെ ബലം കാത്തു മെയ് 4-ന് ഇരിക്കുമ്പോൾ ഇപ്പോഴും സസ്പെൻസ് ത്രില്ലറായി രാഷ്ട്രീയ കേരളം നിൽക്കുന്നത് ഇതുകൊണ്ടുകൂടിയാണ്.